സാരിത് എന്താണ് ഏട്ടാ? ഇങ്ങനെ വന്നേ. എന്താ? ആരോട് ചോദിച്ചാലേ മൊബൈൽ എടുത്ത്? അതൊക്കെ ഞാൻ എടുത്തു. അതും എനിക്ക് മാത്രം അറിയാവുന്ന ആ സീക്രട്ട് കോഡ് ഉപയോഗിച്ച് നീ എങ്ങനെ തുറന്നു? അയ്യോടാ, ഭയങ്കര ഇന്റലിജന്റ് ആയ പാസ്വേഡ് അത്. എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നാ? 1 2 3 4 എന്നാണ് വലിയ പാസ്വേഡ് ഇടുന്നത്. അത് തന്നെ കണ്ടുപിടിച്ച 3 ദിവസം എടുത്തു ഞാൻ, മനസ്സിലായോ? ഓ പിന്നെ അങ്ങനെയാണെങ്കിൽ നിന്റെ ഫേസ്ബുക്കിന്റെ പാസ്വേഡ് എനിക്കൂടെ പറഞ്ഞു. എനിക്കൂടെ ചെക്ക് ചെയ്യണം. പറയടി. പറയില്ല. പറയാനാ പറഞ്ഞേ? പറയില്ല. പറയാനാ പറഞ്ഞു? പറയില്ല. ഇതാ പാസ്വേഡ് ഫേസ്ബുക്കിന്റെ. അതാണ്. നീ വന്നേ. സോറി വിഷമിക്കേണ്ട കാര്യമില്ല. നാളെ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ നാട്ടുകാർക്ക് ഉപകാരം ചെയ്യുന്ന എന്തിനാണെന്ന് അറിയാമല്ലോ. നാളെ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ നിന്ന് കഴിഞ്ഞാൽ അത് വോട്ടായിട്ട് പെട്ടിക്കകത്ത് വീഴണം. നാളെ ഒരു MLA ആകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, കുടുംബം എന്ന് പറയുന്ന ഒരു മന്ത്രിസഭയാണ്. ശരി. അതിലെ മന്ത്രിയാണ് ഭർത്താവ്. അതിലെ ഒരു വോട്ടർ മാത്രമാണ് ഭാര്യ എന്ന നീ. മനസ്സിലായല്ലോ? മന്ത്രിസഭയിലെ മന്ത്രി ഭർത്താവും വെറും വോട്ടർ, അതായത് ഭാര്യ. ഞാൻ വോട്ടർ. അതെ. അപ്പൊ ഭരണം മോശമില്ലെങ്കിൽ മാറ്റി കുത്താലോ അല്ലേ? കുത്താം. ശരി. എന്തോ ഉദ്ദേശിച്ച? അല്ല, വോട്ട് മാറ്റി കുത്തണം. ഞാൻ കേട്ടോ. നിന്നെ എന്ന് കെട്ടിയോ അന്ന് തുടങ്ങിയ രാഷ്ട്രീയ ഭാവി എന്നെ നശിച്ചു, അറിയോ? എന്റെ നശിച്ച് ഞാൻ എവിടെയെങ്കിലും പോയി ചാവും. എനിക്ക് സ്വസ്ഥത ഒന്ന് വേഗം പോയി ചാവും. കുറെ കാലമല്ലേ പറയാൻ തുടങ്ങിയിട്ട്. ഞാനാണെങ്കിൽ വെള്ളസാരി മേടിച്ച് വെച്ച് മടുത്ത്. എനിക്ക് വെള്ളസാരിയാ? ഉടുക്കാൻ ഒരു അവസരം തരണ്ടേ? അപ്പൊ ഞാൻ ചത്തു കഴിഞ്ഞാൽ നിനക്ക് ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. സാരി എടുത്ത് അടിച്ചു കൊടുക്കും ഞാൻ. നിനക്ക് ഞാൻ കാണിച്ചു തരാം. മാക്കുള്ളവനോട് കിടന്ന് ഉറങ്ങണ്ടേ? നീ അടുക്കളയിലാണോ കിടന്നുറങ്ങിയത്? ഇല്ല, അടുക്കളയിൽ എപ്പോ നോക്കിയാലും കീരിയും പാമ്പും പോലെ. ആരടാ കീരി? അത് മുഖത്തെഴുതി വെച്ചിട്ടുള്ള കീരിയാന്ന്. അപ്പൊ പാമ്പ്? അത് വൈകുന്നേരം അടിക്കും പാമ്പായിട്ടുള്ളവൻ. അതുകൊണ്ട് അവർ രണ്ടും ഒന്ന് തന്നെ. ആങ്ങളും മകളും കൂടെ എന്റെ മണ്ടക്കോട്ട് കയറുമല്ലേ? അവളെ എന്ന് കെട്ടു അന്ന് തുടങ്ങിയതാണ് എന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലായ്മ. എന്റെ രാഷ്ട്രീയ ഭാവിയോ? രാഷ്ട്രീയക്കാരനാന്ന് പറഞ്ഞ നാണക്കേട്. ഞാൻ ഒരു കക്കൂസിന് അപേക്ഷ തന്നായിരുന്നു. അത് എന്തെങ്കിലും തീരുമാനമായോ? അത് ഞാൻ ഇനി വന്ന് ഞാൻ പറയട്ടെ, ഒരു അപേക്ഷ കൂടെ കൊടുക്ക്. ഞാൻ മോളിൽ നിന്ന് വിളിച്ചു പറയിപ്പിക്കാം. അത് ശരി. അപ്പൊ അളിയനാണ് എനിക്ക് ഈ പണി മുഴുവൻ പണിയനെ. എന്താ കക്കൂസ് ഇല്ലാത്ത തന്നെ വേറെ ഏതെങ്കിലും പറമ്പിൽ പോയി സാധിക്കാൻ നേരത്തെ അളിയനാണ് ഈ ആൾക്കാരെ കൂട്ടിയിട്ട് ഇറങ്ങണോ എന്ന പറമ്പിൽ നിന്ന് കല്ലിനെറിയുന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ കൂട്ടിക്കൊണ്ടുപോകാൻ അളിയനാണല്ലേ? അതല്ല, മോളിൽ നിന്ന് വിളിച്ചു പറയിപ്പിക്കാം. രണ്ടാം നിലയെന്ന് ഇങ്ങനെ തെറി പറയുന്നുണ്ട്. ഇവനൊക്കെ എവിടുന്ന് വരുന്ന ആങ്ങളും പെങ്ങളും കൊള്ളാം. ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് സ്വസ്ഥതയും സമാനവും തന്നില്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയി ചാവും. ഞാൻ പറഞ്ഞു. എന്റെ പൊന്നായിട്ട് പോയി ചാവി. എത്ര കാലം കൊണ്ട് പറയുന്നു. പിന്നെ വിളിച്ച എന്തെങ്കിലും കുറയും. ചേട്ടാ വല്ലതും കഴിച്ചായിരുന്നാ? ഞാൻ രാവിലെ പല്ല് കഴിച്ചില്ല. ഒന്ന് വേഗം പോയി പല്ല് വെച്ചിട്ടും വാ. എന്നാ സാധനമുള്ളത്? ഉപ്പുമാവ്. എന്നാ ഉപ്പുമാവ് പല്ല് കഴിക്കാൻ. എന്റെ പൊന്നേട്ടാ നോക്കൂ, ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത മനുഷ്യനാണെന്ന് ക്ലോക്ക് കണ്ടറിയാം. അതിനാ എത്ര കാലം പറയാം എന്റെ ചത്തിരിക്കാൻ തുടങ്ങിയിട്ട് ബാറ്ററി അതുപോലും മേടിച്ചിരുന്നില്ല. ബാറ്ററി മേടിച്ചിട്ട് അളിയാ. എനിക്ക് വാച്ചുണ്ട്, എനിക്ക് വാനകത്ത് നോക്കേണ്ട കാര്യമില്ല. ഇവനൊക്കെ ഇത് എവിടുന്ന് എടുത്തരും? അവളെ ഇവനെ കൂടെ ഒരുമിച്ച് കെട്ടണമെന്നോ ഞാൻ? ഞാൻ പോവാ. എവിടെ പോവാ? അവള് പോയി. നിങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് പോകുന്നു? എങ്ങോട്ട് പോകുന്നില്ലെന്ന്. ഞാനിവിടെ വരാം. അതല്ല, യാത്രക്കല്ലെന്ന്. പിന്നെ അവളില്ലേ മായ, അവള് പോയി. എങ്ങോട്ട് പോയെന്ന്? എന്റെ ലൈൻ പോയെന്ന്. ഇന്ന് അവിടെ കല്യാണമല്ലേ? ഇന്ന് അവിടെ കല്യാണമാണ്. അവിടെ കെട്ടി നടക്കുമ്പോ എന്റെ വീട്ടിൽ പാല് വെച്ച് നടക്കും. നീ വേറെ വീട് വെച്ചായിരുന്നു? വേറെ വീട് വെച്ചല്ലെന്ന്. പിന്നെ അവൾ അവിടെ കെട്ടി നടക്കല്ലോ. സിനിമയിലൊക്കെ പോലെ അവിടെ കെട്ടി നടക്കുന്നു, ഇവിടെ പാല് കാച്ചി നടക്കുന്നു. അവിടെ കെട്ടി നടക്കുന്നു, ഇവിടെ പാല് കാച്ചി നടക്കുന്നു. ആ പാലിനകത്ത് വിഷം ഒഴിച്ച് നീ കഴിക്കും. ആ പാലിനകത്ത് വിഷം ഒഴിച്ച് കഴിക്കും. നിനക്ക് മണ്ടനാണോ ഇത്രയും? ഞാൻ തോറ്റു കൊടുക്കേണ്ടവരൊന്നും അല്ല. എന്റെ ശവത്തിന് ഞാൻ അവളെ കൊണ്ട് ഉത്തരവാദിത്തം പറയിപ്പിക്കും. എന്താ ഞാൻ എന്തെല്ലാം മേടിച്ചു കൊടുത്തു. ഞാൻ എന്തെല്ലാം മേടിച്ചു കൊടുത്തു. എന്തൊക്കെ മേടിച്ചു കൊടുത്തു നീ? മാല 10 രൂപ, വള 15 രൂപ, ചാന്ത് 20 രൂപ, പൊട്ട് 13 രൂപ. അരഞ്ഞാണം. അരിഞ്ഞാണം നീ ഇട്ട് കൊടുക്കുമായിരുന്നു അതോ കൈ കൊടുക്കുമായിരുന്നു? ഇട്ട് കൊടുക്കാൻ ഞാൻ സമ്മതിച്ചില്ല. പിന്നെ കെട്ടി കൈ കൊടുക്കുമായിരുന്നു. വലിച്ചോണ്ടിരി. എന്നിട്ട് ഇത്രയും സാധനങ്ങൾ ഞാൻ മേടിച്ചു കൊടുത്തു. ഇങ്ങോട്ട് നോക്കട്ടെ. ഇന്റെ കാര്യത്തിൽ എനിക്ക് ഈ ജീവിതം മതിയായി. ഞാൻ മരിക്കാൻ പോകുന്നു. വേറെ ഒരു പെണ്ണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ചിലപ്പോൾ തീരുമാനം മാറ്റും, അല്ലെങ്കിൽ ഞാൻ മരിക്കുക തന്നെ ചെയ്യും. എൻ്റെ മരണത്തിന് ഉത്തരവാദി നീ മാത്രമായിരിക്കും. നിനക്ക് പ്രാന്താണോടാ? ഈ മരിക്കുന്നതിനെക്കാട്ടി നല്ല നീ രണ്ടാമത് പറഞ്ഞതിനകത്ത് ഞാൻ യോജിക്കുന്നു. എന്താണ്? നീ വേറൊരു കല്യാണം കഴിച്ച് അവിടെ മുമ്പിൽ കൂടെ നടക്കണം. അതൊക്കെ നടക്കുന്ന കാര്യമല്ല. ഇന്ന് ഒരു ദിവസം കൊണ്ട് 5 വർഷം കൊണ്ട് നടന്ന അവളെ പ്രേമിച്ചത്. നീ പ്രേമിച്ച സമയത്ത് പൈസ വല്ല ഇങ്ങോട്ട് മേടിച്ചായിരുന്നു? ഇല്ല. മേടിക്കരുത് എടാ, മേടിക്കണം. ഇപ്പോഴത്തെ കാലത്ത് പെൺപിള്ളേരെ അങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കരുത്. ഏത് വഴിക്കാണ് ചതി വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഈ പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേക്ക് മരം പോലാണ്. നമ്മൾ തേക്കിന്റെ തൈ കൊണ്ട് നട്ടു. ഓക്കെ. അതിനെ നമുക്ക് വളം കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു, ചാണകം കൊടുക്കുന്നു. ഇതിങ്ങനെ വളർന്ന് പന്തലിക്കും. നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ട് വരും. അപ്പൊ അതിന് ശിഖരം വരും, കൈകാലുകളും വരും, അതൊക്കെ ഇങ്ങനെ വരും. ആ സമയത്ത് ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥൻ വന്ന് സീലും വെക്കും, അടിയിൽ വെട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. അപ്പൊ നമ്മൾ എന്താണ് ബുദ്ധിപൂർവ്വം ചെയ്യേണ്ടത്? എന്താണ്? ഈ ശിഖരങ്ങൾ ഇങ്ങനെ വളർന്നു വരുന്ന സമയത്ത് ഒന്ന് ഒടിക്കാനോ ഒന്ന് പൊട്ടിക്കാനോ ശ്രമിക്കണം, ഒന്ന് വളയ്ക്കാനോ ഒക്കെ ശ്രമിക്കണം. അത്രേ ഉള്ളു കാര്യം. ഞാനപ്പം ഞാനാണ് ഈ മരം നടുന്നെങ്കിൽ ആ ശിഖരത്തിൽ തന്നെ ഞാൻ ആത്മഹത്യ ചെയ്യണം.
ഇവനോട് പറഞ്ഞു വരുന്നേ. എടാ പൊട്ടൻ കുണാപ്പാ. അതല്ല നിന്നോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഒരു കാര്യം ചെയ്യ്, നീ ചാകണ്ട. വേറൊരു പെണ്ണ് എന്റെ ഭാര്യയുടെ അനിയത്തിയുണ്ട്, ഉഷ. കണ്ടിട്ടുണ്ടോ? എനിക്കറിയാം, മറ്റേ മൂന്നാർ പോയ കേസല്ലേ? അതെ. അയ്യോ, നിങ്ങൾ നോക്കിയിട്ട് വളയുന്നില്ല, പിന്നെ ഇനി ഞാൻ നോക്കിയിട്ട് വളയ്ക്കാം. ഞാൻ റെഡിയാക്കി തരാന്നത്. അതൊന്നും വേണ്ട, എനിക്ക് വേണ്ട. ഞാൻ മരിക്കാം, അത് തന്നെ ശരിയാക്കുള്ളൂ. ചേട്ടാ ഞാൻ പറയുന്നേക്ക്, അവക്ക് നല്ലൊരു ജോലിയുണ്ട്, വെറുതെ ഇരുന്നാ മതി. കള്ളച്ചോറുണ്ട് എന്റെ കൂട്ട്. ഒരു വെള്ളം ചേച്ചി വിളി, ഞാൻ സംസാരിക്കാം. ഞാൻ എല്ലാവരും ഒന്ന് യാത്ര പറഞ്ഞിട്ട് പോവാന്ന്, എനിക്ക് മതിയായിരുന്നു. എടാ കുഴപ്പമില്ല, നീ പൊക്കോ, ഞാൻ റെഡിയാക്കാന്ന്. നിങ്ങൾ ചേച്ചിയെ വിളിക്കും, ഞാൻ എല്ലാവരും ഒന്ന് യാത്ര പറഞ്ഞ് ജീവിതത്തിൽ നിന്ന് ഞാൻ പോട്ടെ മാഷേ. അവളോട് ഒന്നും പറയണ്ട. എടാ കുടുംബം എന്ന് പറയുമ്പം ശകലം പിണക്കോ ഇണക്കോ ഒക്കെ കാണും, ഉണ്ടാവും. അതിനൊക്കെ പരസ്പര സ്നേഹം വേണം. ഇപ്പൊ ഞാനും അവളും കൂടെ കീരിയും പാമ്പും പോലെ. പക്ഷേ മറ്റന്നാള് അവിടെ ബർത്ത്ഡേ ആണ്. ഒരു സർപ്രൈസ് ആയിട്ട് ഒരു 2 പട്ടുസാരി. നിനക്ക് പൈസ വിടുന്ന എന്റെ നല്ല അവിടെ പേടിച്ചും തന്നെ ഞാൻ എടുത്തു കൊടുക്കും. അപ്പൊ ഇൻസ്റ്റാൾമെന്റ് വഴിയാണ് അത് വരുത്തിയേക്കുന്നത്. സൗമ്യ എന്ന് പറഞ്ഞ പെൺകുട്ടിയാ, ജീവിക്കാൻ വേറെ വകയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു സാരി കൊണ്ടുപോവാ, നമുക്കിത് എടുത്ത് സർപ്രൈസ് ആയിട്ട് കൊടുക്കാം. പക്ഷെ നിന്റെ കൂടെ എനിക്ക് അങ്ങോട്ട് വരാൻ നിവൃത്തിയില്ല. അവള് വരുന്നതിന് മുമ്പേ ഈ സാധനം ഇവര് തമ്മിൽ കാണരുത്. അവർ തമ്മിൽ കണ്ടാത്ത കുഴപ്പം. കണ്ണെന്ന് പറഞ്ഞാൽ ആകെ പൊള്ളിയത്തില്ലേ, സർപ്രൈസ് അതുകൊണ്ടാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് നീ അങ്ങോട്ട് ചെന്ന് ഞാൻ വന്നേക്കാം. എന്റെ കത്ത് തരാം. അല്ലേ പോ, ഞാൻ മരിക്കുവേ. ഞാൻ അങ്ങോട്ട് വരാം. എന്താണ്? ഒരു ഷർട്ട് കൊണ്ടുവന്നേ. ആരോടും പറയാം. ഞാൻ ആ ജംഗ്ഷൻ വരെ ഒന്ന് പോയിട്ട് വരാം കേട്ടോ. വരാം. വാ നോക്കാനായിരിക്കും. ഇത് കഴിയില്ലേടി? ഇത് ഇല്ല. എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, തിങ്കളാഴ്ച ഇത് കഴിയിടണമെന്ന്, തേക്കണമെന്ന്. എനിക്ക് സൗകര്യമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിന്റെ പൊട്ട ഞങ്ങളെ എന്ത് അവനോടൊന്ന് കഴിയിടാൻ പറയാൻ പറഞ്ഞു. അയ്യടാ, എന്റെ ആങ്ങളെ എന്താ വേലക്കാരനോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ അങ്ങനെ തിന്നുകുടിച്ച് ജീവിക്കാനാണ് പാവമെങ്കിൽ നടക്കത്തില്ല. എന്തെങ്കിലും മേലല്ലെങ്കിൽ ജോലി ചെയ്യണം. ശരിയാക്കി തരാം കേട്ടോ. ശരിയാക്കി തരാം. ഞാൻ എവിടെയാലും പോയി ചാകും കേട്ടോ. ഞാൻ എന്റെ പൊന്നെ, ഞാൻ 100 വട്ടം പറഞ്ഞു പോയി ചാത്തോളാനായിട്ട് കേട്ടല്ലോ. ഞാൻ ചത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നിനക്ക് കാണിച്ചു തരാം. ഒരു കുഴപ്പമില്ല എനിക്ക്. അങ്ങനെ പറയരുതെന്ന്. എന്തൊക്കെയോ ചാടി ചത്തെങ്കിലോ നിന്റെ ഭാവി ഇല്ലേ? ചേട്ടാ, എന്താ ഇതൊരു കത്ത്? രാഷ്ട്രീയക്കാരനല്ലേ, എന്തെങ്കിലും കത്തൊക്കെ ആരെങ്കിലും നിവേദ്യം കൊടുത്താൽ. എനിക്ക് ഈ ജീവിതം മതിയായി, ഞാൻ മരിക്കാൻ പോണ്. വേറെ ഒരു പെണ്ണ് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ചിലപ്പോ ഈ തീരുമാനം മാറും, അല്ലെങ്കിൽ ഞാൻ മരിക്കുക തന്നെ ചെയ്യും. എന്റെ മരണത്തിന് ഉത്തരവാദി നീ മാത്രം. നീ ഇപ്പൊ എന്നാ പറഞ്ഞ? അവനോട് ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞോ? ഞാൻ എപ്പോഴും വെറുതെ പറയണല്ലേ. നോക്കോ, ഇപ്പൊ ഏതെങ്കിലും പൊട്ടക്കെട്ടി ചത്ത് കിടക്കണം. ഞാൻ ചേട്ടനൊന്ന് വിളിച്ചു നോക്കട്ടെ. വിളിക്ക്, തിരിച്ചു വിളിക്ക്. അയ്യോ, ഹലോ ഹലോ. സോറി, ഫോൺ എടുക്കാൻ മറന്നുപോയി ഞങ്ങളാ. ചേട്ടാ, ചേട്ടനോട് നേരിട്ട് പറഞ്ഞാ പോരെ? ശരിയാണല്ലോ, നേരിട്ട് പറഞ്ഞത് ത്രില്ലില്ല. ഫോണിൽ പറയുവാണെങ്കിൽ കറക്റ്റായി. അച്ഛനെ വിളിച്ചേ, അച്ഛനെ വിളിക്കാൻ. അച്ഛൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിക്കണേ? വിളിക്കേട്ടോ, ചേട്ടൻ ആത്മഹത്യ ചെയ്യാൻ പോയില്ല, വിളിക്ക്. ഹലോ, കുമരങ്കി പള്ളി അച്ഛനാണോ? അയ്യോ, ആരെ വിളിക്കണേ? കുമരങ്കി പള്ളി അച്ഛൻ. അച്ഛനല്ല, നമ്മുടെ അച്ഛനെ വിളിക്ക്. നമ്മുടെ അച്ഛന് വേഗം വിളിക്ക്. ഹലോ അച്ഛ, ഒന്ന് വേഗം വരാമോ? വേഗം ഒന്ന് ഇങ്ങ് വരാമോ? ഇങ്ങോട്ട് വാന്ന്. കാര്യം പറ. അവൻ ആത്മഹത്യ ചെയ്യാന്നും പറഞ്ഞ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങ് പോരുമ്പോ 2 പെട്രോമാക്സും 2 പെട്രോമാക്സും 2 പടുത എടുത്തോണ്ട് പോണോട്ടോ. ആൾക്കാർ പോകുമ്പോ വെയിലത്ത് വന്നിരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്റെ പൊന്നു, അച്ഛനോടൊന്ന് വേഗം വരാൻ പറ. ഓക്കെ, ഗുഡ് ബൈ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കേട്ടോ. കരയല്ലേ, ഞാൻ ജംഗ്ഷനിലുണ്ടായിരുന്നു. ബോഡി ആയിട്ടില്ല. അല്ല, ആത്മഹത്യ എഴുതി വെച്ചിട്ട് അങ്ങ് പോയിട്ടുള്ളൂ. ആള് എവിടെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. എഴുതി വെച്ച് പോയേക്കണം. സത്യത്തിൽ എന്താ സംഭവിച്ച കാര്യം പറ. കത്തെഴുതിച്ച് ഒന്നില്ലേ ചത്തുകളെ വല്ല വേറെ പെണ്ണിന്റെ കൂടെ ജീവിക്കൂന്ന്. എന്താ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ മുതൽ ഇവര് പ്രശ്നമാണല്ലോ എന്നും. അതെന്നും പ്രശ്നമാണല്ലോ. ഏതാണ്ട് ഒരു ലെറ്റർ കണ്ടു, അതേ പിന്നെ ഇവരങ്ങോട്ട് പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പ്രശ്നമായി. നീ എന്തെടുത്തോണ്ടിരിക്കുന്നപ്പാ? ഞാനപ്പോ ഉപ്പാവ് നിന്നോണ്ടിരിക്കുമല്ലോ. പറയായിരുന്നില്ലേ? ഒന്നും വേണം ഉപ്പാവ് അടിയനെ മുഖത്ത് കറിക്കാൻ. എന്താ വേണ്ട? പോലീസ് സ്റ്റേഷൻ അറിയിക്കേണ്ടി വരും. പോലീസ് സ്റ്റേഷനിൽ പോയാൽ ഞാൻ പറഞ്ഞിട്ട് മര്യാദക്ക് ജീവിക്കണമെന്ന്. അവന്റെ ഫോണല്ലേ? അതെ. ഇംഗ്ലീഷ് അല്ലേ എഴുതി വെച്ചേക്കണേ? നോക്കണ ആരാണെന്ന്. SOUM. ഞാനത്
സേമിയ സൗമ്യ ആ, സൗമ്യ ആ പെണ്ണായിരിക്കും. തവളായിരിക്കും. ഫോൺ എടുക്ക് എടാ ഫോൺ എടുക്ക് എന്താണ് അവളുടെ ഉദ്ദേശം നമുക്ക് അറിയണമല്ലോ ചേട്ടാ സ്പീക്കർ ഇട് കേട്ടോ. സ്പീക്കർ സ്പീക്കർ ഇട്. ഹലോ 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 സൂനിയേട്ടനുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടല്ലോ ഉണ്ടല്ലോ. സുനിയേട്ടനെന്ന് എനിക്ക് അയ്യോ. ഹലോ 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 സൂനിയേട്ടൻ ഒന്ന് കൊടുക്കുവോ? അയ്യോ എനിക്ക് കേക്കണ്ട. കേക്കണ്ടെന്ന് പറഞ്ഞ സ്പീക്കർ ഓഫ് ചെയ്തു. എനിക്ക് കേക്കണം. നിന്നെ തോന്നി വന്നിരിക്കണ്ട പാവണ്ട് ഞാൻ. നിനക്ക് കേക്കണം എന്ന് പറയുമ്പോ കേൾക്കാനും കേൾക്കണം എന്ന് പറയുമ്പോ കേൾക്കാതിരിക്കാൻ. അവള് കേൾക്കും ഹലോ ഹലോ സൂനിയേട്ടന് കൊടുക്ക്, സൂനിയേട്ടന് കൊടുക്ക്. ആക്ഷൻ കാണിക്കണം. ഹലോ എന്താ അയ്യോ, ഹലോ സൂനിയേട്ടന് കൊടുക്ക്. എന്താ ഉദ്ദേശം? അതെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഞാൻ ദേ വീടിന്റെ ഇവിടെ വന്ന് നിപ്പുണ്ട്. എവിടെ എവിടെ? വീടിന്റെ ഫ്രണ്ടിൽ വന്ന് നിപ്പുണ്ട്. അയ്യോ, എനിക്ക് ഇവിടെ താമസമാക്കാൻ എനിക്ക് വയ്യ. എനിക്ക് വയ്യ. ദേ, കരയല്ലേ എന്തായാലും അവൻ മരിച്ചിട്ടുണ്ടാവൂല. അവൻ പ്ലാൻ ചെയ്ത് അവള് പുറത്തു വന്നിരിക്കുന്നത്. അവള് കേറി വരും. ഇവരുടെ ഉദ്ദേശം എന്താന്ന് ഇപ്പൊ അറിയണം. സ്വന്തം ഭാര്യനെ വീട്ടിലെത്തിയിട്ട് വേറെ കെട്ടാൻ നോക്കുന്നു. അവനെ ഉണ്ട തീറ്റിക്കും. ഉണ്ട ഉണ്ടല്ല അവിടെ. പിന്നെന്താ? ബിരിയാണിയാ കൊടുക്കാനോ? എടാ എന്തായാലും അവനെ തീറ്റിക്കും. തീറ്റിയോ? ദേ, കരയല്ലേ? സുനിയേട്ടനുണ്ടോ? സുനിയേട്ടൻ ഒരു സുന വാങ്ങാനായിട്ട് അങ്ങ് പോയത്. സുനിയോ? ഈ സുന അല്ല സുല സുല ഒരു വൈനാണേ, ഷുഗർ ഫ്രീ. ഞാൻ വരുമ്പോ മേടിക്കുന്നതാ. മിണ്ടല്ലേ. പിന്നെ പറ. അല്ല ഞാന് അവിടെ വന്ന് നിന്നിട്ട് കൊറേ നേരമായി നിക്കണു. അതല്ലേ പുള്ളിപ്പോ വരും. എന്തിനാ അവിടെ വന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കല്ലേ, ചിരിച്ചുകൊണ്ട് ചോദിക്കും. എന്തിനാ അവിടെ വന്ന് നിക്കണേ? അല്ല സുനിയേട്ടൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ. ഇവരുടെ പ്ലാൻ എന്താന്ന് ചോദിക്കേ. ഒരു സെക്കൻഡ്. അതെ സത്യം പറയണം, ഇത് എത്ര മാസമായി? ഇത് 3 മാസമായി തുടങ്ങിയിട്ട്. ഇത് ആദ്യം അപ്പച്ചിയായിരുന്നു ഈ ഫീൽഡിൽ ഉണ്ടായിരുന്നതേ. അപ്പച്ചി എന്ന് പറഞ്ഞ എന്റെ അച്ഛന്റെ പെങ്ങളാ. അപ്പച്ചി പറഞ്ഞ ആദ്യം ഈ ഫീൽഡിൽ ഉണ്ടായിരുന്നേ. പുള്ളിക്ക് ബസ് സ്റ്റാൻഡിൽ മാത്രമേ കച്ചവടം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഫീൽഡിലോട്ട് എന്നെ ഇറക്കി. ഇപ്പൊ ഞാൻ ബസ് സ്റ്റാൻഡിൽ മാത്രല്ല, എനിക്ക് പറ്റാവുന്നിടത്തൊക്കെ വീടൊക്കെ കയറി ഇറങ്ങി. അങ്ങനെ എന്താ പറയണ? കുടുംബപരമായിട്ട് നല്ല സെറ്റപ്പ് ടീമാണ്. ബസ് സ്റ്റാൻഡിലാർന്ന് കച്ചവടം ഇതിന്റെ അപ്പച്ചിക്ക്. ഇപ്പൊ പുള്ളിക്കാരത്തി ഇത് റൂട്ട് മാറ്റി എല്ലാ വീടുകളിലും കൊണ്ട് കൊടുക്കാം. നമ്മുടെ ഹരിയെ പെടുത്തിയൊക്കെയാണ്. ഇത് വേണമെങ്കിൽ നമുക്കിത് ആശുപത്രി മുഖേന. അയ്യോ അങ്ങനില്ല, ഞാൻ എവിടെ വേണമെങ്കിലും പോവും. ചില്ലറ കളിയല്ല, ഇത് സ്ഥിരം പരിപാടി. ആശുപത്രി കൊണ്ട് ആളുകളെ വളക്കുക. എവിടെ വരെ പോകുന്ന നീ സന്തോഷിക്കുക വേണ്ടേ? നിന്റെ ഭർത്താവ് ഒരു അച്ഛനാകാൻ പോകും. എനിക്ക് ഇന്നുവരെ ഒരു കൊച്ചില്ല. ഇവനിത് അതെ സുനിയേട്ടനൊന്ന് വിളിക്കുവോ? എനിക്ക് സുനിയുടെ ഫോൺ ഇവിടെ ഇരിക്കുക. പെട്ടെന്നൊരു പരിപാടി വന്നങ്ങ് പോയതാ. അതെ പന്നണ്ട്. സുനിയേട്ടാ നമ്മള് പ്ലാൻ ചെയ്ത പോലെ ഞാൻ കൊറേ നേരമായി അവിടെ നിക്കായിരുന്നു. അച്ഛനെപ്പോന്ന് വെച്ചാ നീ എന്നെ അച്ഛാ കുച്ചാന്ന് വിളിക്കണ്ട. ആ കൊച്ചിനെപ്പോന്ന് വെച്ചാ കണ്ടടാ? ഒരു മിനിറ്റ്. അവിടെ വന്നാ പോരെ, ഞാൻ അവിടുന്ന് മേടിക്കത്തില്ലായിരുന്നോ? അല്ല നമ്മള് പ്ലാൻ ചെയ്ത പോലെ കറക്റ്റ് ആയിട്ട് വന്നതായിരുന്നു. ചേട്ടനല്ലേ തെറ്റിച്ചത്? ഞാൻ അവിടെ നിക്കല്ലായിരുന്നു. എന്നോട് പറഞ്ഞില്ല ഇങ്ങോട്ട് വരാൻ. അവൾ അറിഞ്ഞു കാണത്തില്ലേ? അവൾ അറിഞ്ഞപ്പോ എന്താ കുഴപ്പം? എന്താ കുഴപ്പം? സർപ്രൈസ് അല്ലേ അത് ശരി, ഞാൻ മറന്നുപോയി. ആണല്ലേ? നീ എന്തിനാ കരയുന്നേ? ചതിയാ, വഞ്ചക, ദുഷ്ടാ, എനിക്ക് വയ്യ. ദുഷ്ട കാലമാടാ. സോറി അച്ഛാ. ചതിച്ചില്ലേടോ കാലമാടാ. ദുഷ്ട. സമാധാനപരമായിട്ട് അവിടെ ഇരിക്ക്. എന്താ കാര്യം? എന്താ കാര്യമെന്നോ? ഇതാരാണത്? അത് സൗമ്യ. കത്തോടെ മൂക്കടോ
കത്ത് നോക്കണോ? നോക്കണോ? താൻ എഴുതി വെച്ച കത്ത് നോക്കണോ? ഇത് ഞാൻ എഴുതിയല്ല, ഞാൻ പറയുന്നത് കേക്ക്. ഇത് ഞാൻ എഴുതിയതല്ല. ഒന്ന് നേരത്ത്. അപ്പൊ ഞാൻ പറയുന്നത് വിശ്വാസമല്ല. ഇല്ല. ഇത് ഞാൻ എഴുതിയതല്ല. വേണ്ടടോ, ഞാൻ എന്റെ വീട്ടിൽ പോവാ. എനിക്ക് തന്നെ വേണ്ട. താൻ അവളായിട്ട് ജീവിച്ചോ? അപ്പൊ ഇത്രയും നാൾ എന്റെ കൂടെ ജീവിച്ചിട്ട് എന്നെ നിനക്ക് വിശ്വാസമല്ല? വിശ്വാസമില്ല. അച്ഛന് വിശ്വാസമാണ്? വിശ്വാസമില്ല. അളിയന് വിശ്വാസമാണ്? എനിക്ക് വിശ്വാസമേ ഇല്ല. വിശ്വാസമില്ല. ഒരു കാര്യം ചെയ്യ്, ആ. നീ അകത്തോട്ട് പോകും, ഓ നീ പുറത്തോട്ട് പോകും. നീ പുറത്തോട്ട് പോടി. എന്തായാലും നീ എന്നെ വിശ്വാസമില്ലല്ലോ. ഇല്ല. ഞാൻ വിളിച്ചോണ്ട് വന്ന പെണ്ണെന്നല്ലേ നീ പറയുന്നത്? അതെ. വെളിയോട്ട് പോടി. ഞാൻ പൊക്കോളാം. വെളിയോട്ട് പോ. നിങ്ങള് ഞാനും പോണോ? പിന്നെ അല്ല, ഞാൻ മടി കയറിയിട്ട് ഞാൻ അവിടെ ഇവിടെ ആയിട്ട് ഇരുന്നാ മതി. ഞാൻ കണ്ട് തന്നിട്ട് പോരാ. ചേച്ചി നിർത്ത്. എന്താ പ്രശ്നം? എന്താ ഇവിടെ വിഷയം? എന്താണ് എന്താ പ്രശ്നമെന്നാ? നീ നോക്ക്. അതിനകത്ത് തടോ, നീ നോക്കടാ. കത്ത് എഴുതി കാമുകിനെ വിളിച്ചോണ്ട് വന്നേക്കണടാ. നോക്കടാ നീ. ഇതിനാണ് ഇവിടെ പറഞ്ഞത് ബഹളം ഉണ്ടാകുന്നത്? അല്ലാണ്ട് പിന്നെ. എന്റെ പൊന്നെ, ഇത് ഞാൻ എഴുതിയ കത്തല്ലേ? ഇത് ഞാൻ എഴുതിയ കത്താണ്. ഞാൻ എന്റെ പെണ്ണ് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി, എന്റെ പെണ്ണ് പോയാൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി എഴുതിയ കത്തല്ലേ ഇത്? അത് ഷർട്ട് മാറി അതിനകത്ത് ആയിപ്പോയതാണ്. ചേട്ടൻ എഴുതിയ കത്തല്ല. ഇവിടത്തെ പ്രശ്നം ഇപ്പൊ എന്താ? ഇപ്പൊ ആദ്യം അടിച്ചു തരായിരുന്നു. ഞാൻ വന്നാട്ടെ. അല്ല അളിയ നമ്മളെ അല്ല അലീനും പുള്ളിനും അവിടെ ഇങ്ങോട്ട് നീക്കി. അയ്യോ അയ്യോ ഇവിടെ ഉണ്ട്. ആയിക്കോട്ടെ. അല്ല ഞാൻ അങ്ങോട്ട് വരുന്നില്ല. അവളെന്തേ ചൂലിനടിച്ചവള്? ഇല്ല, ചൂലില്ലല്ലോ ഇവിടെ. ഇല്ലേ? ഇപ്പൊ നിന്നെ വിശ്വാസമായി? വിശ്വാസായി. പക്ഷെ ആ പെണ്ണ് എന്തിനാ വന്നേന്ന് മനസ്സിലായില്ല. ഇടി മറ്റന്നാൾ നിന്റെ പിറന്നാളാണോ, ബർത്ത്ഡേ ആണോ? നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി എടുക്കന്റെ കൊച്ച ഇങ്ങോട്ട്. അയ്യോ, 2 സാരി ഉണ്ട്, രണ്ടെണ്ണം. 950 രൂപ. ഹാപ്പി ബർത്ത്ഡേ. ഇത് തരാൻ വേണ്ടി ചെയ്തത് കേട്ടോ. നീ ആവശ്യമില്ലാത്ത കാര്യം അച്ഛൻ. അളിയനെ അല്ലാതെ തെറ്റിദ്ധരിച്ചു. അപ്പൊ എല്ലാം മംഗളമായ സ്ഥിതിക്ക് എല്ലാരും ആഹാരം കഴിച്ചിട്ട് പോയാൽ മതി. ഇപ്പൊ കളിയാ. അല്ല, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഓക്കെ. എന്റെ പെണ്ണ് പോയല്ലോ. അപ്പൊ ഇനി എനിക്ക് വേറെ പെണ്ണ് കിട്ടില്ല. ഞാൻ ആത്മഹത്യ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ആത്മഹത്യ ചെയ്യരുത്. പിന്നെ ഞാൻ എന്ത് വേണം? അതൊന്നും പരിഹാരമല്ല. നീ വന്ന് ഞാനാ? ഇങ്ങോട്ട് വാ. ഒരു ദിവസം ജോലിക്ക് പോയി എത്ര രൂപ കിട്ടും? അതങ്ങനെയല്ല, ഓരോ കളക്ഷൻ പോലെ ഇരിക്കും. ചിലപ്പോ 10,500 രൂപ കിട്ടും. 1500 രൂപ. 3 നേരം ചെലവിന് കൊടുക്കാമെങ്കിൽ ഇവൻ നിന്നെ കെട്ടിക്കോളും. സന്തോഷമാണോ? ഞാൻ ഓക്കെയാ. നീ ഓക്കെ ആണല്ലോ. സൗമ്യക്ക് എന്തെങ്കിലും ഇഷ്ടക്കുറവോ സമ്മതക്കുറവോ വല്ലതും ഉണ്ടോ? എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല. പക്ഷെ എന്റെ ഭർത്താവും മക്കളും സമ്മതിക്കണം. സമ്മതിക്കണം.